ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഏഷ്യാനെറ്റിൽ നമ്മുടെ അനുമോളിരുന്ന് കരയണത്. എന്തിനാ കരയണേ? അനുമോളുടെ ഫോട്ടോ കത്തിച്ചെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അനുമോൾ ആര്യനെ നിര ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അറിയാൻ പാടാത്തോണ്ട് ചോദിക്കണ്ട, ഈ അനുമോൾ ശരിക്കും ബിഗ് ബോസ് കളിക്കാൻ തന്നെയാണോ വന്നിട്ടുള്ളത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഗ് ബോസ് സീസൺ 7 8 വരുമ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് അത് ആരും മറക്കാൻ നോക്കണ്ടെന്നായിരിക്കും ഇനി പറയാൻ പോവുക. ജെൻഡർ കാർഡൊക്കെ ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഈ കരച്ചിൽ കാർഡും ഇനി പുള്ളി ക്യാൻസൽ ചെയ്യും, ഉറപ്പാണ്. അനുമോൾ സീസൺ 7 തുടങ്ങിയപ്പോൾ മുതൽ കരച്ചിലാണ്. എന്തൊക്കെ ഡയലോഗായിരുന്നു വന്നപ്പോൾ ഞാൻ എന്തൊക്കെ വന്നാലും കരയൂല, ഞാൻ നല്ല സ്ട്രോങ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ എപ്പോൾ നോക്കിയാലും കരച്ചിലാണ്. അനുമോൾക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കണം കേട്ടോ. പുള്ളിക്കാരിയുടെ പലപ്പോഴായിട്ടുള്ള വർത്തമാനത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ലൈവ് എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ ടാസ്ക്കാണ്. അപ്പോൾ ഇവർ മുന്നത്തെ ടാസ്കിൽ വിജയിച്ച 6 പേര് സ്പ്ലിറ്റ് ചെയ്ത് 2 ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജിസയിൽ, ഒനീൽ, പിന്നെ നിവൈൻ, പിന്നെ മറ്റേ ഗ്രൂപ്പിൽ നമ്മുടെ ആരാണ് അനുമോള്, അഭിലാഷ്, പിന്നെ ശൈത്യ, ഇങ്ങനെയാണ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്ന ടാസ്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഔട്ടാക്കണം. അത് നിങ്ങൾ ഗ്രൂപ്പിൽ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കണം. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഓഡിയൻസ് ആയിട്ടുള്ളവർ തീരുമാനിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആര് ഔട്ടാക്കണം എന്നുള്ളത്. അതാണ് ആക്ച്വലി ടാസ്ക്. ബിഗ് ബോസ് കൊടുത്ത ടൈമിൽ ഈ 2 ഗ്രൂപ്പുകാരും ആര് ഔട്ടാക്കണം എന്നൊന്നും ഡിസൈഡ് ചെയ്തില്ല. അത് കാരണം നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ളവർ തീരുമാനിച്ചു ഒനീലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒനീലിനെയും അനുമോളുടെ ഗ്രൂപ്പിൽ നിന്ന് അനുമോളെയും ഔട്ടാക്കാം എന്നുള്ളത്. എന്നിട്ട് ബിഗ് ബോസ് പറയണതാണ്, ഇനി ഈ ഔട്ടായിട്ടുള്ളവരുടെ ഫോട്ടോ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു ഇത് വെച്ചിട്ടുണ്ട് കത്തിക്കാനുള്ള ഒരു ഏരിയ, അവിടെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് 2 കൂടി അതിനെ കത്തിക്കണം എന്ന്. അത് കത്തിക്കാറായപ്പോഴേക്കും എൻ്റെ പൊന്നോ അനുമോൾ കടന്ന് കരച്ചിൽ തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത കരച്ചിൽ. എൻ്റെ ഫോട്ടോ ഇങ്ങനെ ആരും കത്തിച്ചിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രേന ഫാത്തിമ പറയുന്നുണ്ട്, ഇതൊരു ടാസ്ക്കായിട്ട് കാണുക അനുമോളെ, ഇതൊരു ടാസ്ക്കായിട്ട് അനുമോൾ കാണുക, ഇതും ഇത്രയും അനുമോൾക്ക് തീരെ മെച്യൂരിറ്റി ഇല്ലേ, അനുമോൾക്ക് ബിഗ് ബോസിൽ വന്നിട്ട് കളിക്കാൻ അറിഞ്ഞൂടെ, കരയാൻ മാത്രം അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പലരും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യനെ നേരെയൊക്കെ ഇരുന്ന് അനുമോൾ ചാടാണ്ട് കേട്ടോ, നീ എല്ലാവരും ഇമോഷൻസ് വെച്ച് കളിക്കണതാണ്, നിനക്ക് അങ്ങനെ ചിരിക്കാൻ എങ്ങനെ പറ്റുന്നു, ഞാൻ എൻ്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല, അതാരണം എനിക്ക് സങ്കടം വന്നത്, എൻ്റെ ഇമോഷൻസ് ഇങ്ങനെയാണ് വരാന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ ചുമ്മാ കിടന്ന് തർക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേന ഫാത്തിമ പറയണ്ടേ, ഇത് ഞങ്ങളല്ല കത്തിക്കണത്, ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് കത്തിക്കണത്, ഞങ്ങൾ ആരും തന്നെ അനുമോളുടെ ഫോട്ടോ കത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറയുന്നുണ്ട്. കുറേ നേരം തർക്കം ഉണ്ടാവുന്നുണ്ട്. അനുമോൾ ചുമ്മാ കരച്ചിൽ സ്ട്രാറ്റജിയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വലിയ ഗെയിം പ്ലാൻ ഒന്നും അനുമോൾക്കില്ല. ചുമ്മാ കിടന്ന് കരയുക, ആ ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ബലം മാത്രം, അത്രയേ ഉള്ളൂ.